ഇന്നൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ചൂരയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി, ഗ്രീൻ ചില്ലി, കുറച്ച് ടാമറിൻ്റെ കുറച്ച് വിനീഗറിലാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. അതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്തൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. ഈ രീതിയിൽ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും. പൊടി ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ രീതിയിൽ തയ്യാറാക്കുന്നതാണ്. ഫിഷ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വിനീഗറിൽ സോക്ക് ചെയ്തിരിക്കുന്ന ചില്ലി പേസ്റ്റും കൂടി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കേണ്ടതാണ്. കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഫ്രൈ ആകരുതും, അതുപോലെ തന്നെ തീരെ ഫ്രൈ ആകാതെയും ഇരിക്കരുത്. ഓവറായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അച്ചാർ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഹാർഡായിട്ട് ആണ് ഫിഷ് കിട്ടുന്നത്. കുറച്ച് ബ്രൗൺ കളറാകണം. പുറമെ ക്രിസ്പി, ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആകുമ്പോഴാണ് അച്ചാർ നല്ലത്. ഈ ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെ നമ്മൾക്ക് അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. മീനച്ചാർ തയ്യാറാക്കാനായിട്ട് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ മത്തി തന്നെ നമ്മൾക്ക് അച്ചാറായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. മീൻമത്തിയെ കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കിയാൽ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കാശ്മീരി ചില്ലി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് കുറച്ച് വിനീഗർ ചേർത്ത് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. കാശ്മീരി ചില്ലി ഈ രീതിയിൽ തയ്യാറാക്കുന്നത് അതിൻ്റെ കളർ കുറച്ച് കൂടുതലായിട്ട് കിട്ടാനായിട്ടാണ്. ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാകുന്ന വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. വിനീഗറിൽ സോക്ക് ചെയ്ത ചില്ലി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവയൊക്കെ മാറണം. എന്നിട്ടാണ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. മുളകിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് കാശ്മീരി ചില്ലിയുടെ ആ ഒരു പേസ്റ്റ് കൂടി ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലി ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കളർ കൂടുതലായിട്ട് കിട്ടും. ടാമറിൻ്റെ വിനീഗറിൽ സോക്ക് ചെയ്തത് ആണ്, അതിൻ്റെ ആ പൾപ്പാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ചിലവരൊക്കെ കുടംപുളി ആഡ് ചെയ്യുന്നതാണ്. അതിനെക്കാട്ടി ടേസ്റ്റാണ് ടാമറിൻ യൂസ് ചെയ്തിട്ട് അച്ചാർ തയ്യാറാക്കുമ്പോൾ. അച്ചാർ ഒട്ടും തന്നെ കേടാകുകയില്ല. ടാമറിൻ്റെയും അതുപോലെ ലെമൺ ജ്യൂസും നമ്മൾക്ക് വിനീഗറിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അച്ചാറിലൊക്കെ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ ഒരുപാട് നാൾ ഉപയോഗിക്കും, ഒട്ടും കേടാകില്ല. ടാമറിൻ്റെ ചേർത്തിട്ട് അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കുക. ആ ഗ്രേവി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഓവറായിട്ട് വിനീഗർ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വിനീഗറിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് കിട്ടുക. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക.
തയ്യാറാക്കുന്നതെങ്കിൽ നല്ലൊരു കളർ അച്ചാറിന് കിട്ടും. വളരെ കുറച്ചളവ് വിനീഗർ ആഡ് ചെയ്താൽ മതി. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.